തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിന് കീഴിലാണ്. അവർ വെട്ടിമുറിച്ച വാർഡ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പരിനിശ്ചയിച്ച വാർഡുകൾ അവർ തോന്നിയതുപോലെ ഭരണസ്വാധീനം ഉപയോഗിച്ചു, സമ്പത്ത് ചെലവാക്കി, ആരോപണങ്ങളുടെ കൂരമ്പുകൾ എഴുതുവിട്ട് കിംവദന്തികൾ പ്രചരിപ്പിച്ചു, ജാതി പറഞ്ഞു. അതിലപ്പുറം പല സ്ഥലങ്ങളിലും ഇവർക്ക് സ്വന്തമായി ചിഹ്നമുണ്ടായിരുന്നില്ല. ചിഹ്നവുമായി ആളുകളെ സമീപിച്ച സ്ഥലത്തൊക്കെ 8 നില കയറി പൊട്ടി. AKG സെന്ററിൻ്റെ താഴെ, AKG സെന്ററിൻ്റെ താഴെ തോൽക്കുക എന്ന് പറഞ്ഞാൽ ടവറിൻ്റെ ചോട്ട് റേഞ്ച് ഇല്ല എന്നാണ് അർത്ഥം. പിന്നെയോ സഖാവ് EMS നമ്പൂതിരിപ്പാടിൻ്റെ മണ്ണ് ഏലംകുളം, മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റാണ് വരാനിരിക്കുന്നത്. ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ വന്ന് ഈ സ്ഥലം മാറിപ്പോയി, നമ്മൾ പാറമേലാ കൊത്തിയത്, വെള്ളം കണ്ടു, ഇഞ്ഞു പറ്റൂല എന്ന് ഉറപ്പാണ്. പാറയിലാ വെള്ളം കണ്ടത്. 10 സീറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക്. അതുപോലെ മന്ത്രിമാരുടെ മണ്ഡലങ്ങളെല്ലാം പോയി. മന്ത്രി രാജേഷിൻ്റെ ചളവറ ഒപ്പത്തിനൊപ്പം നറുക്കുണ്ടെങ്കിലേ അവർക്ക് ആശ്വസിക്കാൻ വകയുള്ളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നുപോയ എല്ലാ പ്രദേശങ്ങളിലും നമ്മൾ വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ മരുമകൻ റിയാസ് ഏറെ തമ്പടിച്ച ഫറൂഖിലും രാമനാട്ടുകരയിലും നഗരസഭകൾ നമ്മൾ പിടിച്ചെടുത്തു. കോഴിക്കോട് കോർപ്പറേഷനിൽ അവരുടെ കൊത്തളങ്ങൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്നു തരിപ്പണായി. ഇവരുടെ കോട്ടയിലാണ് നജീബ് കാന്തപുരം നേരത്തെ മത്സരിച്ചത്, പെരിന്തൽമണ്ണ. നജീബ് എന്ന് വരുമ്പോൾ ഇവർ പറഞ്ഞിരുന്നത്, ഞങ്ങളെ കോട്ടയിൽ ഇവൻ എങ്ങനെ ജയിക്കാനാണ്, ഞങ്ങൾ നിർത്തി നജീബിനെ, ഞങ്ങൾ ഉജ്ജ്വലമായ വിജയം കൈവരിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇതുവരെ കിട്ടാത്ത പെരിന്തൽമണ്ണ നഗരസഭയും നജീബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ നേടിയെടുത്തു. നിങ്ങളുടെ കോട്ടയായിരുന്നു അത്. പക്ഷേ ആ ഫിറഔന്റെ കോട്ടയിലാണ് നജീബ് എന്ന മൂസയെ ഞങ്ങൾ മനോഹരമായി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചു. പല സ്ഥലങ്ങളിലും ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കുതന്ത്രങ്ങളാണ് വയറ്റിയത്. നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ വന്ന് ചോദിച്ചത്, വല്യമ്മ നിങ്ങൾക്ക് 3 വോട്ടില്ലേ, 1 നമുക്ക് എന്നാലും 2 എണ്ണം എടുത്തോളി. അങ്ങനെ ആ 1 വോട്ട് ചോദിച്ചിട്ട് അവസാനം നമ്മുടെ N ഷംസുദ്ദീൻ്റെ മണ്ണാർക്കാട് വാർഡിലെ മണ്ണാർക്കാട് നഗരസഭയിലെ കുന്തിപ്പുഴ വാർഡിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 1 വോട്ടാണ്. ഓൻ്റെ 1 വോട്ടിൻ്റെ പൂതി എല്ലാം കൊണ്ട് അവിടെ തീർത്തു. 1 അവന് കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ നാട്ടുകാർ മൊത്തം വരിച്ച്. ചില സ്ഥലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 0, ഒരാളെ വോട്ട് തന്നെ കിട്ടിയില്ല. 7 വോട്ട് കിട്ടിയ സ്ഥലങ്ങളുണ്ട്. CPM ജയിക്കുന്ന പ്രദേശങ്ങളിൽ വോട്ട് മറിച്ചു വിറ്റു. പല സ്ഥലങ്ങളിലും മറിച്ചു വിറ്റു. അതന്നെ ഇതൊന്നും ചിഹ്നത്തിലല്ല. നമുക്ക് അഭിമാനിക്കാം, നമ്മുടെ തുച്ഛം ചില ആളുകൾ മാത്രമാണ് സ്വതന്ത്ര വേഷത്തിൽ പല പഞ്ചായത്തിലും ഭരിച്ചത്, തെരഞ്ഞെടുപ്പിൻ്റെ നേരിട്ടത്. അധികവും കോണിയിലും കൈപ്പത്തിയിലുമാണ്. എന്നാൽ അവരെ ബ്രാഞ്ച് സെക്രട്ടറിക്ക്, ലോക്കൽ സെക്രട്ടറിക്ക് അരിവാളില്ല. ലോക്കൽ സെക്രട്ടറിക്ക് അരിവാളില്ല എന്ന് പറഞ്ഞാൽ മുദരീസിന് തലയെക്കെട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ തെരഞ്ഞെടുപ്പിൽ ചിഹ്നം വേറെ പലതുമായിരുന്നു. കുടയും വടിയും കണ്ണടയും, അതുപോലെ വാഷിംഗ് മെഷീന്, ഐക്കട്ടില്, ഫ്രിഡ്ജ്. തെരഞ്ഞെടുപ്പ് വല്ല കുടിയിരിക്കലാണോ തോന്നിപ്പോവും, അമ്മാതിരി സാധനങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. അരിവാളുമായി പോയ സ്ഥലങ്ങളിലൊക്കെ നിലം പരിശായി. LDFിൻ്റെ കൺവീനറുടെ നാട്ടിലായിരുന്നു ഇന്നലെ ഞാൻ പേരാമ്പ്രയിൽ പ്രസംഗിക്കാൻ ചെന്നത്. നൊച്ചാട് പഞ്ചായത്ത് രാമകൃഷ്ണൻ്റെ LDFിൻ്റെ സംസ്ഥാന കൺവീനറുടെ നാടാണ്. അവിടെ ഇതുവരെയുള്ള കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാർഡാണ് നമ്മൾ പിടിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രദേശം തൊട്ട് LDFിൻ്റെ കൺവീനറുടെ പ്രദേശം തൊട്ട് കണ്ണൂരിൻ്റെ കോട്ടക്കൊത്തളങ്ങളിൽ പച്ചക്കൊടി നാട്ടാൻ പ്രയാസപ്പെടുന്ന പല സ്ഥലങ്ങളിലും നമ്മൾ ഭരണം പിടിച്ചെടുത്തു. തീരെ കിട്ടാത്ത പല പഞ്ചായത്തുകളും നമുക്ക് കിട്ടി. പക്ഷെ അവിടെ ഒരു മര്യാദക്കൊരു ജാഥ നടത്താൻ നമ്മളെ ഇവർ സമ്മതിച്ചില്ല.
പല പ്രദേശങ്ങളും എനിക്ക് എണ്ണി പറയാൻ കഴിയും. വടകരയിൽ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കണ്ണൂരിലുണ്ട്. നമ്മൾ ഇവരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച പ്രദേശങ്ങളിൽ നമുക്കൊരു ജാഥ നടത്താൻ കഴിഞ്ഞില്ല. നേരെ മറിച്ചോ ഇവരെ കയ്യിൽ നിന്ന് BJP പിടിച്ച സ്ഥലങ്ങളിലൊക്കെ BJP മനോഹരമായി ജാഥ നടത്തുന്നുണ്ട്. നമ്മൾ ജാഥ നടത്തിയിടത്തൊക്കെ ആ ജാഥയിൽ കയറി ആക്രമിച്ചു ഇവര്. പക്ഷേ BJP ജയിച്ച പല പ്രദേശങ്ങളിലും അവരെ നേരിട്ടില്ല എന്നുള്ളതൊരു കൗതുകകരമായ വസ്തുതയാണ്. ഫറൂഖിലെ അതുപോലെ കോഴിക്കോട് കോർപ്പറേഷനിലെ കഴിഞ്ഞ മേയറുടെ വാർഡ്, അഥവാ ഒരു മേയർ എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ, മുനിസിപ്പൽ ചെയർമാൻ പോലെ CPMന്റെ കുത്തക വാർഡിൽ ഇപ്പോൾ താമര വിരിഞ്ഞിരിക്കുന്നു. അവിടെയുള്ള അരിവാളുകാർ ഒറ്റടക്ക് മൗത്തായി പോയതല്ല, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു, പരസ്പര സഹായം. കോൺഗ്രസ് വരാതിരിക്കാൻ, ലീഗ് വരാതിരിക്കാൻ, പിണറായി ലാവ്ലിൻ കേസിൽ പെടാതിരിക്കാൻ, അങ്ങനെയുള്ള പ്രദേശങ്ങൾ. അവിടുത്തെ കോർപ്പറേഷൻ ചെയർമാന്റെ വാർഡ് റിയാസ് തമ്പടിച്ച് പ്രവർത്തിച്ച സ്ഥലത്ത്, മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ് തമ്പടിച്ച കോഴിക്കോട് കോർപ്പറേഷന്റെ വാർഡിൽ കഴിഞ്ഞ മേയർ മത്സരിച്ച സ്ഥലത്ത് ഇപ്പൊ താമരയാണ്, കോഴിക്കോട്. അതുപോലെ തന്നെ മുസാഫർ. അതുപോലെ ഇപ്പോഴത്തെ മേയർ സ്ഥാനാർത്ഥിയുടെ ഒരു മേയറാക്കാൻ ഒരാളെ കൊണ്ടുവരുമ്പോൾ ഷുവർ വാർഡിലാ നിർത്തുക. ഷുവർ വാർഡിലും ആര് ജയിച്ചു? BJPയുടെ താമര. അങ്ങനെ ഈ അരിവാള് ലോക്കൽ സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി എന്നൊക്കെ പറയണമായിരുന്നു. ഇവിടെ ഈ താനാളൂരിൽ ഉള്ള വലിയ നേതാവിൻ്റെ അല്ലേ, ജില്ലാ സെക്രട്ടറി, മന്ത്രിയുടെ വലിയ സിൽബന്തി, മുഖ്യമന്ത്രിയുടെ വലം കൈയായിട്ട് ഈ മലപ്പുറത്തുനിന്ന് കാര്യങ്ങൾ അന്വേഷിക്കാൻ അവരുടെ വാർഡ് പോയി. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങളെ ജനങ്ങൾ വെറുത്തു. മാർക്സിസ്റ്റുകാരടക്കം മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം എത്ര മാർക്സിസ്റ്റുകാര്, എങ്ങനെയുള്ള മാർക്സിസ്റ്റുകാര്? ചെഗുവേരയുടെ ചിത്രം ആസനത്തിൽ വരെ പച്ചകുത്തിയ മുത്തലക്കായ കമ്മ്യൂണിസ്റ്റുകാര്, അവരൊക്കെ ഓടി വന്ന് കൈപ്പത്തിയിലും കോണിയിലും വോട്ട് ചെയ്യുക മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന് കെട്ടിവെച്ച കാശ് കിട്ടാതെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വളരെ സങ്കടകരമായ ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അരിവാൾ ചുറ്റിക നക്ഷത്രം പണയം വെച്ചു എന്ന് ഞാൻ പറയുന്നില്ല, ഉരുക്കി തൂക്കി വിറ്റു എന്നതാണ് ശരി. ഈ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു അവരുടെ നിലപാട്. പിന്നുണ്ടായിരുന്നതൊക്കെ എന്തായിരുന്നു? ഈ നാട്ടിലെ ജനങ്ങളെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന വർഗീയത പറയാ. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈന്ദവനാണെങ്കിൽ മുസ്ലിം വീടുകളിൽ കയറി ഇയാൾ രാത്രി RSS ആണ്, ഇവൻ സംഘിയാണ്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയാ. നമ്മളോട് ജമാഅത്ത് ബന്ധം ആരോപിച്ച് നമ്മളെ ക്രൂശിക്കുകയും SDPI പോലത്തെ സംഘടനകളുമായി പല സ്ഥലങ്ങളിലും എണ്ണി പറയാൻ കഴിയും. ഇതുവരെ നിങ്ങൾ ജയിച്ചു വന്നിരുന്ന പല സ്ഥലങ്ങളിലും 1-ാം സ്ഥാനത്തേക്ക് SDPI വന്ന് 3-ാം സ്ഥാനത്തേക്ക് CPM മാറിക്കൊടുത്തിരിക്കുകയാണ്. BJPയുമായി അണ്ടർസ്റ്റാൻഡിംഗ് നടത്തിയ നിങ്ങൾ അറിയണം, മണ്ണാർക്കാട് നഗരസഭയിലെ 24-ാം വാർഡിൽ തോറ്റ അരിവാളുകാരി തോറ്റേക്ക് നേരെ പോയത് കണ്ടറിയങ്ങള്. അപ്പുറത്ത് കാരാകുറിശിയിൽ നിന്ന് ജയിച്ച് താമരയുടെ കൊടിയേറ്റ് വരുന്ന ജാഥയ്ക്ക് ഇവളാണ്ട് നിന്ന് നോക്കണം നിങ്ങള്. എൻ്റെ ചെക്കൻ ഈ ബ്രസീലിൻ്റെ ആളാണ്, ഞാൻ അർജന്റീനൻ്റെ ആണ്. പന്ത് കളി കാണാൻ പോയി, അർജന്റീന ജയിച്ച്. അപ്പം ചെക്കൻ വഷളായിട്ട് വരിക എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചെക്കനെ കാണാനില്ല. അപ്പോൾ എന്താ പറയുക, മറ്റവരെ ജാഥയിൽ. കാരണം ഏതെങ്കിലും ഒരു ജാഥ കിട്ടിയാൽ മതി. ഇൻ്റെ ചെക്കൻ ഒരു പൈതലാന്ന് വിചാരിക്കുക. മാർച്ചിസ്റ്റർ ഞങ്ങൾ പൈതങ്ങളാ. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്ത പണി അതാണ്. അതുപോലെ ഒരു സ്ഥലത്ത് BJPക്ക് പ്രവർത്തകരുടെ വോട്ട് മറിച്ചു കൊടുത്ത കാരണത്താൽ മനം നൊന്ത് അരിവാളിൽ മത്സരിച്ചിരുന്ന ഒരു പെണ്ണൊരുത്തി പിറ്റേ ദിവസം BJPയിൽ ചേർന്നു, ആ പ്രകടനത്തിൽ പങ്കെടുത്തു. ഈ നാട് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പതാ പുതിയ പട്ടികയുമായി ബന്ധപ്പെട്ട് 20ഓളം മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങളിൽ MLAമാർക്ക് ജയിക്കാൻ പരുവത്തിലാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് നില നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ കൗതുകപരമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. എന്തു പറ്റി മാർക്സിസ്റ്റ് പാർട്ടിക്ക്? അവർ ഈ നാട്ടിൽ ചെയ്യുന്ന പണികൾ എന്താണ്? ഇതുപോലെയുള്ള ആരോപണങ്ങൾ പറയാ.
ജമാഅത്തുമായി ബന്ധം പറയാ, അതുപോലുള്ളത് പറയാ, പിന്നെ അപവാദങ്ങൾ പറയാ, അതെല്ലാം കാറ്റിൽ പരത്തി. അങ്ങനെയാണ് നമ്മുടെ കളൊക്കെ എല്ലാ പഞ്ചായത്തിലും നല്ല വിജയം കൈവരിച്ചുകൊണ്ട് വിജയശ്രീലാളിതരായി വന്നിട്ടുള്ളത്. നമുക്ക് ആത്മാഭിമാനത്തിന് വക നൽകുന്ന കാര്യമാണ്. അവിടങ്ങളിലൊക്കെ നമ്മളൊരു ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ, അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനൊക്കെ തടസ്സം ചെയ്യാൻ ഒരു 100 കൂട്ടം ഷർത്തും പറഞ്ഞ എന്നാ ഇവർക്ക് എന്തും ആവാം, എന്തും പറയാം, എന്തും ചെയ്യാം. ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഒരു പാട്ടിനെതിരെ വരെ മാർക്സിസ്റ്റ് പാർട്ടി കേസെടുക്കുന്ന പരുവത്തിലേക്ക് വന്നു. ഇടയ്ക്ക് വെച്ച് പിന്മാറി. അതിൻ്റെ അപകടം നിങ്ങൾ മണത്തത് കൊണ്ടാണ്. നിങ്ങൾ അറിയണം, അതിൻ്റെ അപകടം ചില്ലറൊന്നല്ല. കാരണം ഒരാളുടെ ഒരു കയ്യിൽ പേന കിട്ടിയാൽ അയാൾക്ക് ഇഷ്ടമുള്ളത് എഴുതാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ പേരാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാണ് നിങ്ങൾ. ഇപ്പം മോഡി ഇറക്കിയ സിനിമ, ആ സിനിമ അപകടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെതിരെ പറയുന്നവരാ നിങ്ങൾ. ആ നിങ്ങളാണ് കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഒരു പാട്ട് എഴുതിയപ്പോൾ ആ പാട്ടുമായി ഞങ്ങൾ നടന്നപ്പോൾ, ഞങ്ങൾ അതിൽ വിജയം വരിച്ചപ്പോൾ ആ കുഞ്ഞബ്ദുള്ളയുടെ പേരിൽ കേസെടുക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മൈക്ക് കൂക്കിയതിന്, ആംപ്ലിഫയറിനെതിരെ കേസെടുത്ത മുഖ്യമന്ത്രിയായ നമ്മളെ മുഖ്യമന്ത്രി. മൈക്ക് കൂക്കിയതിന് ആംപ്ലിഫയറിനെതിരെ കേസ്. നവകേരള യാത്ര പോകുമ്പോൾ ഒരു ടർഫ് ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ബോൾ പൊങ്ങി വന്നു. ഉടനെ ഉത്തരവിട്ടു ആഭ്യന്തരമന്ത്രി ബോൾ കസ്റ്റഡിയിലെടുക്കാൻ. പിറ്റേ ദിവസം ദേശാഭിമാനിയിൽ ബോൾ കസ്റ്റഡിയിൽ. വീരപ്പൻ്റെ അളിയനാൻ തോന്നിപ്പോവും. എന്താ, ഇയാൾക്കെതിരെ ഒന്നും പാടില്ല. നമ്മുടെ കുട്ടികൾ പ്രതിഷേധ സൂചകമായി കറുപ്പ് കൊടി വീശിയപ്പോൾ പിന്നെ കറുപ്പ് കാണുമ്പോൾ ഇയാൾക്ക് ഉറക്കല്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി കറുപ്പ് കാണുന്നിടത്തൊക്കെ ബഹളം ഉണ്ടാക്കുകയാണ്. അങ്ങനെ വന്ന് നമ്മളെ നാട്ടിലൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി DK ഹംസാക്കാൻ്റെ ഒപ്പം നിന്ന് പ്രസംഗിച്ചിരുന്ന സഖാവായിരുന്നു സഖാവ് CP കുഞ്ഞ് മരിച്ചപ്പോൾ അവിടെ കറുപ്പ് കൊടി കെട്ടി. മുഖ്യമന്ത്രി 3-ാമത്തെ ദിവസമാണ് കോഴിക്കോട് വന്നപ്പോൾ അയാളെ വീട് സന്ദർശിക്കാൻ വന്നത്. ഇതുപോലെ ഇപ്പോൾ ഞാനിങ്ങനെ വന്ന പോലുള്ളൊരു ഇടവഴി റോഡാണ്. ആ റോഡിലൂടെ വരുമ്പോൾ മുഖ്യമന്ത്രി പോലീസുകാരനെടുത്ത് തോണ്ടൽ എന്നിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ പേടിയാണ് ഇയാൾക്ക്. നിഴല് കാണുമ്പോൾ വരെ പേടിയാണ്. ഇപ്പം തട്ടാൻ്റെ വളപ്പിലെ മുയലിനെ പോലെയാണ്. ഓരോ മേട്ടത്തിലും ചാടുകയാണ്. ബേജാറ്. കാരണം 4 വഴിക്ക് പോലീസ് എറിഞ്ഞാണ് ED വരികയാണ്. ഈ കണ്ട ലുൽമു മുഴുവൻ ചെയ്തു വെച്ചിരിക്കുക. നിങ്ങളറിയണം, CP കുഞ്ഞിൻ്റെ വീട്ടിൽ കയറാൻ ഇയാളുടെ വണ്ടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയിട്ട് സകല ദുഃഖസൂചകമായി കെട്ടിയ കൊടികൾ അഴിച്ചു വെച്ച അയാൾ വരെ കിടന്നത്. ഇതെന്ത് നാടാണ്? അപ്പൊ ആ പാട്ട് വലിയ വിഷയാക്കി. ആ പാട്ടിനെതിരെ ഇവര് വലിയ പരാതിയുമായി വന്നു. ആ പാട്ട് അയ്യപ്പനെ അപകീർത്തിപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷെ കുഞ്ഞബ്ദുള്ള പാറ പോലെ ഉറച്ചു നിന്നു. ആ പാട്ട് പാടിയ ആളുകള്, ആ പാട്ട് രചിച്ച കുഞ്ഞബ്ദുള്ള, അതുപോലെ അതിൻ്റെ ഓർക്കസ്ട്ര ചെയ്തവര്, അതുപോലെ അത് ഇറക്കിയ CMS മ്യൂസിക് നമ്മുടെ സുബൈർ പന്തലൂര്, ഞങ്ങളൊക്കെ CD ഇറക്കുന്ന ഒരു വ്യക്തിയാണ്. അവനെ അടക്കം കേസിൽ 1, 2, 3 പ്രതികളാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടുപോയി. എന്തായിരുന്നു വിഷയം? ആ പാട്ടിൽ വന്ന കാര്യങ്ങളായിരുന്നു. ആ പാട്ടിൽ പറഞ്ഞത് എന്തായിരുന്നു? അയ്യപ്പ ഭഗവാന്റെ ദ്വാരപാലക ശില്പം അവിടുന്ന് മോഷണം പോയി, പീഠം പോയി, രുദ്രാക്ഷമാല പോയി, കഴുത്തിലുണ്ടായിരുന്നേ. സകല കള്ളന്മാരും കടന്നാൽ നമ്മൾ പറയുന്ന പരാതി അപ്പ വാതിൽ തുറന്നിട്ട് പോയിന്നാ. പക്ഷെ ഈ കള്ളന്മാർ വാതിലും കട്ടിളയും ജനലും കൊണ്ടുപോയി, എല്ലാം സ്വർണം പൂശി. അതായിരുന്നു. ഇതൊക്കെ അടിച്ചു മാറ്റി, ഇതെല്ലാം കൊണ്ടുപോയി. ഇതെല്ലാം കൊണ്ടുപോയപ്പോൾ എന്തായി? അതിനെപ്പറ്റി ഇയാൾ ഒരു പാട്ടിറക്കി. ഒരു കുഞ്ഞബ്ദുള്ള എന്ന് പറയുന്ന രചയിതാവ് ആ പാട്ടിറക്കിയപ്പോൾ ഇവർക്കിപ്പോൾ ഭയങ്കര പ്രയാസം. കടകംപള്ളി സുരേന്ദ്രൻ പറയാ കഴിഞ്ഞ ദിവസം, ആ പാട്ടിറങ്ങിയതിൻ്റെ ശേഷം എനിക്ക് ഉറക്കില്ല. നിങ്ങൾ ഉറങ്ങരുത്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ കഷ്ടത എവിടെയെന്നറിയോ? ശബരിമല സന്നിധാനത്ത് പോയിട്ടാണ്. ഓരോരുത്തരും ജയിലിലാണ്. പഴയ MLA അടക്കമുള്ള ആളുകൾ സഖാക്കളാണ്. അതുകൊണ്ടാണ് അയാൾ ആ പാട്ടിൽ സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ വരിയിൽ പാടാനുണ്ടായ കാരണം. അത് വന്നപ്പോൾ ഇവർക്ക് ചോദിച്ചപ്പോൾ എന്തായിന്നറിയാം? ഈ പാട്ട് എങ്ങനെയെങ്കിലും നിരോധിക്കാനുള്ളൊരു പണി അല്ലെങ്കിൽ കേസ് എടുക്കാമെന്ന് ബേജാറാക്കാന്നൊക്കെ വിചാരിച്ച് നാട്ടുകാരൊക്കെ ഈ പാട്ടാണ്ട് ഏറ്റെടുത്ത് നമ്മുടെ MP മാർ ഇന്ത്യൻ പാർലമെന്റിന്റെ മുന്നിൽ ലൈനായി തന്നിട്ട് ഈ പാട്ടാണ്ട് പാടി.
പോറ്റിയെ കേറ്റിയെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് പാടി. അപ്പോൾ അത് ഏകദേശം എല്ലായിടത്തും അറിഞ്ഞ്. മലയാളം അറിയാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിൽ വന്ന് നോക്കുമ്പോൾ ഓൽക്ക് ഇവിടുത്തെ ആൾക്കാർ ഈ പാട്ട് ചൊല്ലിക്കൊടുത്ത് ഓൽക്ക് പറ്റുന്ന ഭാഷയിൽ പാടൽ തുടങ്ങി. ദുബായിൽ നിന്ന് വരുന്ന വാട്സപ്പിൽ അറബിനെ സൂപ്പർ മാർക്കറ്റിൽ ഇരുത്തിയിട്ട് പാടിക്കൊടുക്കുകയാണ്, പോറ്റിയെ കേറ്റിയെ. മൂപ്പർക്ക് പറ്റുന്ന മാതിരി മൂപ്പര് ആ പാട്ട് പാടി. ഇത് കഴിഞ്ഞപ്പോൾ സഹി കെട്ടപ്പോൾ ഈ സഖാക്കൾ എന്താ ചെയ്തതെന്ന് അറിയങ്ങൾ? കേസ് കൊടുക്കാൻ ചെന്ന് നോക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരും പാടുകയാണ്, പോറ്റിയെ കേറ്റിയെ അറിഞ്ഞ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവിടുന്ന് വേഗം തടി സലാമത്തങ്കം ബസ് കയറിയപ്പോൾ ബസ്സിലും ഈ പാട്ടാണ്, പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട്. അവസാനം പറഞ്ഞു എന്തെന്ന് അറിയാം, ഞാനിവിടെ നിൽക്കണില്ല, ഭാര്യ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭാര്യ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുമ്പോണ്ട് അളിയൻ്റെ മക്കൾ തിണ്ടുമ്പോൾ നിരനിരായി ഇരുന്നിട്ട് കാലും തൂക്കിയിട്ടിട്ട് പോറ്റിയെ കേറ്റിയെ അറിഞ്ഞ് കുട്ടികളും പാടുക. അപ്പോൾ പമ്പർന്നോളവർ ഇറങ്ങി ഇവിടെ നിൽക്കാൻ നിവർത്തില്ലേ, ഞാൻ നാട് വിടാറിന് ഓൾക്ക് വിളിച്ചപ്പോൾ ഓളം മൊബൈലിലും പോറ്റിയെ കേറ്റിയെ എന്നുള്ള റിംഗ് ട്യൂണാണ്. ഇതിലും വലിയ കുഞ്ഞിരായും കുടിക്കൽ നിങ്ങൾ പെടാൻ ബാക്കിയുണ്ടാ? എന്ത് പറ്റിപ്പോയി? ആ പാട്ടിനെതിരെ നിങ്ങൾ പറഞ്ഞതുള്ളി എന്താ നിങ്ങൾ കേസെറ്റ് പോകാഞ്ഞെന്നറിയാം? എൻ്റെ അഭിപ്രായത്തിൽ കേസെറ്റ് പോയാൽ കണ്ടില്ലേ, ഓരോ MR അഭിലാഷ് അടക്കമുള്ള ചാനൽ ചർച്ചയിൽ ഇരിക്കുന്നവരൊക്കെ ഈ പാട്ട് എന്താ ഒന്ന് പാടിയാൽ അറിഞ്ഞിട്ട് ജയിക്കിൻ്റെ മുമ്പിൽ മറ്റ് സഖാക്കളെ മുമ്പിൽ ഒക്കെ ഇങ്ങനെ പാടുകയാണ്. അല്ലെങ്കിൽ തന്നെ ഈ പാട്ട് കേട്ട് ഉറക്കമില്ലാത്തൊരു ചാനലിൽ വന്നിരുന്നപ്പോൾ അവിടെ ഈ പാട്ടങ്ങനെ കേട്ട് ഇടങ്ങറിൻ്റെ കൊടിയായിക്കുകയാണ്. ഓരോരുത്തർക്കും ഇതിങ്ങനെ ചൊല്ലിക്കൊടുക്കുകയാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? കേസ് കൊടുത്തപ്പോൾ എന്താ? കേസ് കൊടുത്തപ്പോൾ ഇവർ കിടന്നുറങ്ങി ഇങ്ങനെ ആലോചിച്ചെന്തെന്ന് അറിയാം, ഇത് കേസ് കൊടുത്താൽ ചിലപ്പോൾ ജഡ്ജും 4 വരി പാടാൻ സാധ്യത ഉണ്ട്. ഈ പാട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ജഡ്ജ് എന്ത് ചെയ്യും? ഒന്നിങ്ങനെ ഇതിൽ ഈ വരിയിൽ എന്താ കുഴപ്പം? ഇങ്ങനെ ഒരു പാട്ട് ദുന്യാവിൽ ഇതൊരു ബർക്കത്തുള്ള പാട്ടായി മാറി. ചെറിയ പാട്ടാണോ? നല്ല ബർക്കത്തുള്ള പാട്ടായി. കാരണം ഒരു പാട്ട് നമ്മളൊക്കെ അങ്ങനെ പാടി അങ്ങനെയാണ് പോക്കാണ്. ആ പാട്ട് അങ്ങനെയാണ് കേട്ടാൽ നമ്മളതിൻ്റെ വരിയൊന്നും അത്ര ശ്രദ്ധിക്കലില്ല. ഇപ്പം അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പാട്ട് ആരെക്കുറിച്ചാണ് എന്താണെന്നൊന്നും നമ്മളറിയില്ല, നമ്മളിങ്ങനെ കൂടെ പാടിക്കൊടുക്കും. പക്ഷെ ഈ പാട്ടിനുണ്ടായ പ്രത്യേകത എന്താ അറിയുക? അത് കമ്പ്യൂട്ടറിൽ ഇട്ടിട്ട് എല്ലാവരും ഇതിലേത് വരിയാ കുഴപ്പം? സ്വർണ്ണപ്പാളികൾ മാറ്റിയില്ലേ, ശരിയല്ലേ? സാഷ്ടാവിൻ ധനം ഊറ്റിയില്ലേ, ശരിയല്ലേ? ഓരോന്നും ഇങ്ങനെ ഫിഖ് അർത്ഥം വെക്കണായി ഇങ്ങനെ ഓരോരുത്തർ വായിച്ചു കൊടുക്കുക. അതിങ്ങനെ കേട്ടപ്പോൾ ഇവർക്ക് തോന്നി എന്ത് അറിയാം, ചിലപ്പം ജഡ്ജി പറയും ഈ പാട്ടിലൊരു കുഴപ്പമില്ല, പാടാൻ പറ്റുന്നവരൊക്കെ പാടിക്കോളി എന്ന് പറഞ്ഞാൽ 5 വക്തിലും പാടൽ തുടങ്ങും. കേരളം മുഴുക്ക ഈ കേറ്റിയെ പോറ്റിയെ എന്നുള്ള ഈ പാട്ട് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു നിവൃത്തി ഉണ്ടാകില്ല എന്ന് കരുതിയതുകൊണ്ടാണ് തൽക്കാലം കേസുമായി പോകണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിലെ വരിയൊക്കെ വലിയ ശ്രദ്ധയായപ്പോൾ ഇതുപോലത്തെ പാട്ട് പിന്നെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന് കേട്ടപ്പോൾ കേരളം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഞാൻ താന്നാളൂക്കാരോട് പറയാണ്, ഇന്നലെ ഞാൻ പേരാമ്പ്രയിലായിരുന്നു, അസീസ് മാഷ് നാട്ടിൽ. ഞാനിത് പറഞ്ഞേക്ക് അസീസ് മാഷും മൂപ്പര ജ്യേഷ്ഠൻ എന്നോട് പറയാണ്, നിങ്ങളെ മലപ്പുറത്ത് താന്നാളൂരിലും പാട്ട് ഇറങ്ങിയില്ലേന്ന്. അപ്പോൾ താന്നാളൂരിൽ ഇറങ്ങിയ ആ പാട്ട് ജനങ്ങൾ പഠിച്ചു. രണ്ടും കൂടി ഇങ്ങനെ തൂക്കി നോക്കി. ഭയങ്കര നിലവാരമുള്ള പാട്ടായിരുന്നു ഇവിടെ, അല്ലേ? ഇവിടെയുള്ള നിലവാരമുള്ള പാട്ടായിരുന്നു. ആദ്യം ഷാഫി ജാലി അത് ചാനലിൽ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് കേൾക്കണം തോന്നി. ഇതിനോടൊപ്പം ആ പാട്ടും നോക്കി, 2 വരികളും നോക്കി. കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ്. കുഞ്ഞബ്ദുള്ള എഴുതിയത് പോറ്റിയെ കേറ്റിയെ എന്നുള്ള പാട്ട് വായനശാലയിൽ ഇരുന്നിട്ടാ. ഇവിടുത്തെ പാട്ട് എന്തായിരുന്നു അറിയോ? കുറുക്കനെ അല്ലേ, നായി അല്ലേ? ഒരു കാര്യം ഉറപ്പാണ്, ഈ കുഞ്ഞബ്ദുള്ള എഴുതിയത് വായനശാലയിൽ ഇരുന്നിട്ടാണ്, ഇത് എഴുതിയോന് മൃഗശാലയിൽ ഇരുന്നിട്ടാണ് ആ പാട്ട് പാടിയത് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് അതിൽ കുറുക്കനെ, നായിയെ, കൊരങ്ങനെ, ഇതെന്തൊരു പരിപാടിയാണ്, ഇതെന്ത് പാർട്ടിയാണ്? അത് എഴുതിയ മുതലാരാന്ന് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. കാരണം എന്താ അറിയോ? ഓനൊക്കെ പാടേണ്ടത് ഇവിടെ ഒന്നുമല്ല. അങ്ങനെ ഒരാള് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പാട്ട് അവതരിപ്പിച്ച എന്താകും? ഈ സമൂഹം ഏറ്റെടുക്കുക. കുഞ്ഞബ്ദുള്ള എന്താ പറഞ്ഞതെന്നറിയോ? കുഞ്ഞബ്ദുള്ള പറഞ്ഞത്, ഞാൻ വിധി ഉണ്ടെങ്കിൽ അടുത്ത പാട്ട് എഴുതും. ഇന്ന് ഇറങ്ങിയിരിക്കണ പാട്ട്. ഇന്ന് വാസു പിണറായിക്ക് ജയിലിൽ നിന്ന് കത്തയക്കാണ്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയാതറിയിട്ട് വാസു കണ്ണീരോടുകൂടി ഒരു കത്തുപാട്ട് ഞാൻ ഇപ്പോൾ വണ്ടിയിലിരുന്ന് കേട്ടിട്ടാണ് വരുന്നത്. ഇനി ഞങ്ങൾ അതാണ് വിറ്റയിക്കാൻ പോണത്. കാരണം എന്താ അറിയോ? നിങ്ങൾ വഖഫിൽ കൈയിട്ടു, നിങ്ങൾ ശബരിമലയിൽ കൈയിട്ടു, അല്ലേ? പിണറായി വിജയൻ പാടാൻ നോക്കിയല്ലോ. പിണറായി വിജയൻ ഈ അയ്യപ്പ സംഗമം വെച്ചിട്ട് അതിലെന്താ പാടിയത്? കല്ലും മുള്ളും കാല് കുത്തുകയാണ്. കത്തിക്കുത്താന്ന് പറയാൻ ഞാൻ നന്നായി.
കല്ലും മുള്ളും കാല് കുത്തുക. അങ്ങനെ ഉണ്ടോ? പള്ളിക്കെട്ട് ശബരിമലക്ക് കല്ലും മുള്ളും കാലുക്കുമെത്തന്നാണ്. എന്താണത്? ഞങ്ങൾക്കറിയാ പാട്ട്. കല്ലും മുള്ളും കാലുക്കുമെത്താന്ന് പറഞ്ഞാൽ മലക്ക് പോകുന്ന അയ്യപ്പൻ ചെരുപ്പിടാതെ നഗ്നപാതനായി പോവുകയാണ്. നഗ്നപാതനായി പോകുന്ന അയ്യപ്പൻ കല്ലിലും മുള്ളിലും ചവിട്ടിയാലും ഇതൊക്കെ കാലിന് മെത്ത പോലെയാണ്. അയാളെ നീയത്താണ്, അയാളുടെ കരുത്താണ് പ്രധാനം. അത് പറയാനാണ് ആ പാട്ട്. പക്ഷെ പിണറായി വിജയൻ പാടിയതെന്താ? കല്ലും മുള്ളും കാല് കുത്തുക. അതെന്താ? പിണറായിക്ക് ഇതിനോടൊരു ബന്ധമില്ല. പിണറായി ഒന്നുകിൽ മലക്ക് പോകണം, അല്ലെങ്കിൽ മലക്ക് പോണവരെ കാണണം. ഇതേറ്റൊന്നൊരു ടച്ചില്ല, ഒരു ബന്ധമില്ല. എൻ്റെ വല്യമ്മ പാടും ഈ അഖണ്ഡനാമയജ്ഞം. ഈ അമ്പലത്തിൽ നിന്നെന്നും കേട്ടിട്ട്, അമ്പലത്തിൽ നിന്നെന്നും ഇങ്ങനെ കേൾക്കും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാ. തള്ള കാണങ്ങനെ രണ്ട് കയ്യും വിട്ട് പാടണം. എന്തത് ഇങ്ങനെ കേട്ടിട്ടാ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അറിയാം ഹൈന്ദവരുടെ പാട്ട് ഏതാണെന്നുള്ളത്. കാരണം നമ്മൾ കേൾക്കുകയാണ്. എന്നപോലെ നമ്മൾ ബാങ്ക് കാണാതെ അറിയാം സഹോദര സമുദായക്കാർക്ക്. എൻ്റെ ഉപ്പ ഖത്തീബായിരുന്നു. എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞു 2 ദിവസം ഇമാമായി നിൽക്കണം പള്ളിയിൽ. ഞാൻ സുബൈക്കാണ് ആദ്യം നിന്നത് അഷറഫെ. അങ്ങനെ പള്ളിയിൽ ഇമാമായി നിന്നിട്ട് ഞാൻ രാവിലെ താമിയേട്ടൻ്റെ പീടിയേക്കാണ് ചായ കുടിക്കാൻ ചെന്നത്. തവനൂരാണ്. അവിടെ ചായ കുടിക്കാൻ ചെന്നപ്പോൾ താമിയേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ആരൗട്ടി എന്ന് ബാങ്ക് കൊടുത്തത്? എനിക്ക് തോന്നി എന്തോ കുഴപ്പമുണ്ടായിക്കണം. ആരായാലും വിവരം പറഞ്ഞാളെ ഇന്ന് 2 കുറവാണ്. അന്ന് അസലാത്തു ഖൈറുമിൻ എന്നവും മാറുന്ന ദിവസമായിരുന്നു. അറിയങ്ങൾ താമിയേട്ടൻ അസലാത്തു ഖൈറുമിൻ എന്നവും ശ്രദ്ധിച്ച നാടാണിത്. അങ്ങനെ ഓരോരുത്തരും. അപ്പൊ ഈ പാട്ട് വഴി വീട്ടുകാരുങ്ങളെ വെറുത്ത്, നാട്ടുകാരുങ്ങളെ വെറുത്ത്, അതുപോലെ ഈ സാധുക്കൾ പാട്ടുകാരുങ്ങളെ വെറുത്തു എന്നുള്ളതാണ് സത്യം. ഒരാൾക്കൊരു പാട്ടുണ്ടെങ്കിൽ അത് പാടണ്ടേ? എന്താണത് നമ്മളറിയണം. അപ്പൊ ഇവർക്ക് തോന്നി ഇനി ഈ കോലത്തിൽ പോയാൽ, ഈ അവസ്ഥാവിശേഷവുമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായും മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പുണ്ടാകില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അതിനെതിരെ ഇവിടെ നിന്നത്. യഥാർത്ഥത്തിൽ കേരളം ഇത് ഏറ്റെടുത്തു. എല്ലാവരും പാടാൻ തുടങ്ങി. എല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളുമായി പോയി. BJP അടക്കം. അതുപോലെ ശബരിമലക്ക് വരുന്ന തമിഴ്നാട്ടുകാരായ ആളുകൾ. നിങ്ങൾ വലിയ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നവരാണല്ലോ. നിങ്ങൾക്ക് തോന്നിയത് തോന്നിയ പോലെ എഴുതിയിട്ടില്ല. ഞങ്ങളാണോ അയ്യപ്പനെ അവഹേളിച്ചത്? അയ്യപ്പനെ അവഹേളിക്കാൻ കനകദുർഗ, ബിന്ദു, രഹന ഫാത്തിമ 3 പെണ്ണുങ്ങളെ മല കയറ്റിയവരാങ്ങള്. 15 ഒരു ചെറിയ പെൺകുട്ടിക്ക് കയറാം, ഒരു മുതിർന്ന സ്ത്രീക്ക് പോകാം. പക്ഷെ ആർത്തവ ഘട്ടങ്ങളിൽ അയ്യപ്പ സന്നിധാനത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് അവരുടെ ഒരു ഷർത്താണ്. ആരാണ് ആചാരം ലംഘിച്ചത്? കോൺഗ്രസോ ലീഗോ UDF അതോ CPM പിണറായിയോ? ഈ 3 പെണ്ണുങ്ങളെ 18-ാം പടി കയറ്റാൻ പോലീസ് വേഷത്തിലാണ് കൊണ്ടുപോയത്. പോലീസ് വേഷത്തിൽ. വത്സൻ തില്ലങ്കേരിയാണ് അത് നിയന്ത്രിച്ചത്. നോക്കണം, ശബരിമല മല കയറണമെങ്കിൽ 18-ാം പടി കയറണമെങ്കിൽ ഇരുമുടി കെട്ടേറ്റാ പോണ്ടത്. ഈ 3 പെണ്ണുങ്ങൾക്കും ഇരുമുടി പോട്ടെ, ഒരു മുടിക്കെട്ടില്ല, മൊട്ട അടിച്ച 2 എന്നിട്ട് ഓല് 2 പോവുക. കെട്ടുനിറമാണ് തലയിൽ. കെട്ടുനിറൊന്നുമില്ല. കെട്ടുനിറയിൽ അരി, തേങ്ങാപ്പ അതെല്ലാം വെക്കണം. ഇതൊന്നുമില്ല. അത് 1.5 കിലോ മുസമ്പിയും കുറച്ച് അടക്കാപ്പായും അവിടെ ഇരുന്ന് മുണുങ്ങാനേ അതേറ്റ് പോവുകയാണ് 18-ാം പടി കയറിയിട്ട്. എന്നിട്ട് എന്താ ഉണ്ടായത്? സ്ത്രീകളെ കയറ്റാൻ പോയി. സ്ത്രീകളെ 18-ാം പടി കയറ്റാൻ പോയി. ആരാണ് ആചാരത്തെ ലംഘിച്ചത്? ഓരോരുത്തർക്കും ഓരോ നിയമല്ലേ ഈ നാട്ടിൽ. സ്ത്രീകൾ എവിടെ പോകണം, പുരുഷന്മാരെവിടെ പോകണം, പുരുഷന്മാർ ഏതൊക്കെ സ്ഥലത്ത് എങ്ങനെ പോകണം? ഇപ്പോ ചില ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ഇടാതെ പോകണം എന്നുള്ളതാണ് അവരുടെ നിയമം. ചിലത് സ്ത്രീകൾക്ക് മാത്രം, ആറ്റുകാൽ പൊങ്കാല സ്ത്രീകൾ മാത്രം പോകേണ്ട ചടങ്ങാണ്. അങ്ങനെ ആണുങ്ങൾ പോണത് പെണ്ണുങ്ങൾ പോകുന്നു. ഇസ്ലാമിലില്ലേ അങ്ങനെ? സ്ത്രീകൾ പള്ളിയിൽ പോകാൻ മുജാഹിദ് ജമാഅത്ത് പള്ളികൾ, സുന്നി പള്ളിയിൽ അങ്ങനെ പോകുന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആരാധന പ്രധാനമാണ്. ആർത്തവഘട്ടങ്ങളിൽ എല്ലാവർക്കും നിയന്ത്രണമുണ്ട്. അപ്പോ നമ്മൾ പറഞ്ഞു ഈ ആർത്തവഘട്ടം ആയതുകൊണ്ടാണ് ഈ സ്ത്രീകളെ മല കയറാൻ സമ്മതിക്കാത്തത് പറഞ്ഞപ്പോ മാർക്സിസ്റ്റ് പാർട്ടി അപ്പൊ യോഗം കൂടി. നോക്കണോ, യോഗം കൂടിയിട്ട് ഇവർ പറഞ്ഞെന്താ, എന്താ പെണ്ണുങ്ങൾക്ക് എല്ലാ സമയത്തും എല്ലായിടത്തേക്കും പോയാൽ. എന്നിട്ട് ഈ കള്ളന്മാർ വെച്ച സമ്മേളനം എന്താ അറിയാം? ആർത്തവ മഹാസമ്മേളനം. നോക്കണം, ആർത്തവ മഹാസമ്മേളനം എന്നുള്ളൊരു സമ്മേളനം വെച്ചു. എന്നിട്ട് 18-ാം പടിയിലേക്ക് ഇവരെ കൊണ്ടുപോയി. ആരായി? രഹന ഫാത്തിമ എന്ന് പറഞ്ഞ പെണ്ണ് അറിയോ? ചുംബന സമരത്തിൽ പങ്കെടുത്ത പെണ്ണാണ്. ചുംബന സമരം കോഴിക്കോട് ബീച്ചിൽ ചുംബന സമരം. നാട്ടുകാരെ മുഴുവൻ നടന്ന് നാറ്റുക. നമ്മളൊക്കെ നമ്മളെ മക്കളെ നാറ്റാൻ നേരല്ല നടക്കുകയാണ്. ഒരു ഒരുമ്പട്ട പമ്പർന്നോള്, തറവാട്ട് പറക്കാത്തോള് നാട്ടുകാരെ മുഴുവൻ ചുംബിച്ച് നടന്ന അവളെ പിടിച്ചു കൊണ്ടുപോയിട്ട് രഹന ഫാത്തിമയും കനകദുർഗയെയും ബിന്ദുവിനെയും അമ്മിണിയെയും നേരെ കൊണ്ടുപോവാൻ.
എവിടേക്ക്? ശബരിമല. ആകെ പ്രശ്നമായി, അവിടെ ഭയങ്കര കുഴപ്പമായി. അന്ന് മലക്ക് പോകേണ്ട എൻ്റെ അയൽവാസിയായ അമ്മ അടുത്ത് ആ കൊല്ലം പോയില്ല. കാരണം അവളെ അടിയും കല്ലേറുവാ. എൻ്റെ എളി മാമിൻ താത്താൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആമേ ഇക്കൊല്ലം പോകാൻ പറ്റിയില്ല. അപ്പൊ സങ്കടം തീർക്കാൻ ഞാൻ TV ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. പക്ഷെ തുറക്കണ്ടിണ്ടായിരുന്നില്ലാന്ന് തോന്നി. എന്താ കാര്യം? അതിൽ ഭയങ്കര കല്ലേറാ മലയില്. ഉടനെ ആമിൻ താത്ത പറഞ്ഞു, ഇജ്ജ് ബേജാറാണ്ട അമ്മോ, അത് ഞങ്ങൾ മക്കത്ത് പോയാലും എറിയലുണ്ട് പറഞ്ഞു. അപ്പൊ എന്താ അതൊരു ഇബാദത്താന്നാ തോന്നല്? എന്താ നിങ്ങളെവിടെ എറിയണ്? ഞങ്ങൾ ശൈത്താനാണ്. നിങ്ങളോ? ഞങ്ങൾ പോലീസുകാരാണ്. എന്തിനാ എറിയുന്നത്? നോക്കണം, നിങ്ങൾ ഇവിടെ പ്രശ്നമായതുകൊണ്ടാ. തള്ളന്റെ വിചാരത്തിൽ ഇബാദത്താന്നാ. അപ്പൊ അമ്മ അടുത്ത് പറഞ്ഞു, തന്നെയല്ല ഒരു കൂട്ടർ അങ്ങോട്ട് പോയിണ്, ഒരു കൂട്ടർ ഇങ്ങോട്ട് പോയിണ്. അപ്പൊ എന്താ ലാത്തി ചാർജാണ്? നിങ്ങൾ എവിടുക്കാ പോയിണ്? അപ്പൊ ആമിൻ താത്ത പറഞ്ഞു, അത് ബേജാറാണ്ടാവുമോ, അത് ഞങ്ങൾ മക്കത്ത് പോയാൽ ഞങ്ങളും പായലുണ്ട്, സൊഫായിൽ നിന്ന് മറുവായിലേക്കും മറുവായിൽ നിന്ന് സൊഫായിലേക്കും. അപ്പൊ അമ്മ അടുത്ത് പറഞ്ഞു, ഞങ്ങളവിടെ അല്ല. നിങ്ങളെവിടെ? ഞങ്ങൾ നിലക്കലിൽ നിന്ന് പമ്പയിലേക്കും പമ്പയിൽ നിന്ന് നിലക്കലിലേക്കും പോയിണ്. എന്താ ലാത്തി ചാർജാണ്. ആ തവണത്തെ ശബരിമല സന്നിധാനത്തിൽ വേണ്ട വിധം സന്തോഷം ഉണ്ടായില്ല. അതെല്ലാം ലംഘിച്ചത് നിങ്ങളാണ്. ആ നിങ്ങളാണ് KT ജലീലിനെ കൊണ്ട് പറയിപ്പിച്ചത്. എന്ത്? എല്ലാ പള്ളിയിലും പെണ്ണുങ്ങൾ പോകണം. ഇവിടെ പോകുന്ന പള്ളിയും പോകാത്ത പള്ളിയുണ്ട്. എന്തിനാ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓരോരുത്തരും അത് കീപ്പ് ചെയ്ത് പോട്ടെ. പക്ഷേ നിലവിലെ സ്റ്റാറ്റസ് കോക്ക് ബദലായി ഘടകവിരുദ്ധമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തി. അതൊന്നുകൂടി കടന്നു പറഞ്ഞു ജലീൽ. എല്ലാ പള്ളിയിലെയും ഇമാമ് പെണ്ണാകണം. അത് സുന്നിലും മുജാഹിദിലൊന്നും ഇപ്പം ഇല്ലാത്തതാ. എല്ലാ പള്ളിയിലും ഇമാമ് പെണ്ണായ എന്താ? മാമൂമിങ്ങളൊക്കെ പാടെ ഒന്നാമത്തെ സഫിൽക്ക് വരും, രണ്ടിൽക്ക് പിന്നെ ആളെ വേറെ കൊണ്ടുവരേണ്ടി വരും. പിന്നെ ബാങ്ക് വിളി പെണ്ണാകണം. എവിടെങ്കിലും ഉണ്ടൊരു മൈമൂനാന്റെ കിളിക്കൂറ്റ് ഇതുവരെ നമ്മളൊന്നും പള്ളിക്കെന്ന് കേട്ടിട്ടില്ലല്ലോ. എന്തിനു? മാർക്സിസ്റ്റ് പാർട്ടി റോഡ്, തോട്, പാലം, കടവ്, പെൻഷൻ ഇതെല്ലാം നോക്കിക്കൂടെ നിങ്ങൾക്ക്? അതിനൊന്നും നിങ്ങൾക്ക് നേരമില്ല. മതരംഗത്ത് കൈയിട്ട് വരിക, അവിടെ കലുഷിതമാക്കുക, അവിടെ പ്രശ്നം ഉണ്ടാക്കുക. മതമല്ല പ്രശ്നം, എരിയുന്ന പൊരിയുന്ന വയറാണ് പ്രശ്നം എന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന നിങ്ങള് ഈ രാജ്യത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കത്തിവെച്ചു. നിങ്ങളാണ് മതത്തെ അവഹേളിച്ചത്. ക്രിസ്ത്യാനിയെ കുറിച്ച് എന്താ മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞത്? രൂപത എന്ന് പറഞ്ഞാൽ പൈസ കൊണ്ടോന്നാ. അതിരൂപത എന്ന് പറഞ്ഞാൽ കുറച്ച് അധികം കൊണ്ടോന്നാ പറഞ്ഞു. ആരാ ക്രിസ്ത്യാനി? യേശുവിൽ വിശ്വാസം, കീശയിൽ ആശ്വാസം. കണ്ടോ? ക്രിസ്ത്യാനിയെ കുറിച്ച് പറഞ്ഞതാ. ഇനിയോ ഞാൻ ചോദിക്കട്ടെ, ശ്രീകൃഷ്ണനെ അവഹേളിച്ചുകൊണ്ട് ഇവിടെ ഒരു നാടകം ഉണ്ടാക്കി. ഭഗവാൻ കാലുമാറുന്നു. ആരാത് എഴുതിയത്? കണിയാപുരം എഴുതിയതാണ് ഭഗവാൻ കാലുമാറുന്നു എന്ന നാടകം. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഈ മതത്തെ അവഹേളിക്കുന്നത്? ഇത് ഭൂമിയാണ് എന്നൊരു നാടകം ഉണ്ടായിരുന്നു, KT മുഹമ്മദ് രചിച്ചത്. അതിൽ ത്വലാഖിനെ കുറിച്ച്, നിക്കാഹിനെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇത് ഭൂമിയാണ് എന്നതിന്റെ നാടകം ഇറങ്ങിയത്. ഭഗവാൻ കാലുമാറുന്നു എന്ന് ശ്രീകൃഷ്ണനെ പറ്റി പറഞ്ഞു. ആരും വിട്ടില്ല. ക്രിസ്ത്യാനികളെ കളിയാക്കി, യേശുവിനെ മോശമാക്കി, ഇവിടെ ക്രിസ്തുവിന്റെ 6ാം തിരുമുറിവ് എന്ന ഒരു നാടകം ഉണ്ടാക്കി. ആരാണത്? എസ് ആന്റണി. അയാളെ സപ്പോർട്ട് ചെയ്തതാരാ? മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് ഒരാളെ കയ്യിൽ ഒരു പേന കിട്ടിയാൽ അയാൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. അങ്ങനെയാണ് അഷ്റഫുൽ ഖൽഖ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശക്കാരനാണെന്ന് ചിത്രീകരിച്ച് ആയിഷത്തു തുഹറയും ഖദീജത്തുൽ കുബ്രയും ഫാത്തിമത്തു സഹറയും മോശക്കാരികളാണ്. കഅബാലയം, ഞാൻ ആ വാക്ക് പറയുന്നില്ല, ഒരു മോശം ആലയമാണ് എന്ന് എഴുതിയ സൽമാൻ റുഷ്ദിയുടെ പുസ്തകം ആ പുസ്തകം രാജ്യത്ത് നിരോധിച്ചപ്പോ രാഹുൽ ഗാന്ധി മതമൗലികവാദികൾക്ക് കീഴൊതുങ്ങി എന്ന് പറഞ്ഞതും നിങ്ങളാണ്. അപ്പൊ എന്താ? നിങ്ങൾക്ക് എന്തു ആവാം. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഒരു നാടകം എഴുതി. അത് തോപ്പിൽ ബാസിയാണ് എഴുതിയത്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മദ്ഹ് ചെയ്തിട്ടാണ്. അപ്പൊ എന്ത് ചെയ്തു? സിവിക് ചന്ദ്രൻ അതിനെതിരെ ഒരു നാടകം എഴുതി. നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി? അപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചൂടായി. അപ്പൊ അവര് പറഞ്ഞു, എന്റെ വാപ്പാനെ കമ്മ്യൂണിസ്റ്റ് ആക്കി. വേറൊരു നാടകം, കണിയാപുരം തന്നെ അത് എഴുതിയത്. പിന്നെ ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നുള്ള നാടകം ഉണ്ടായിരുന്നു. EK അയമു, നിലമ്പൂർ ആയിഷ കഥാപാത്രങ്ങളും അതിന്റെ രചയിതാക്കളുമാണ്. ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്കുന്നുള്ള നാടകത്തിന്റെ പിന്നിൽ ആരായിരുന്നു കഥാപാത്രം? ഞങ്ങളെ KC അബൂബക്കർ മൗലവി ആയിരുന്നു. അപ്പൊ നിങ്ങൾക്കെല്ലാം ആവാം, തോന്നിയതുപോലെ അടക്കാം, എന്തും ചെയ്യാം. കണ്ടോ?
കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി. എന്നിട്ടിപ്പോ പറയുന്നത് എന്താ? ഇവര് മറ്റ് വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചാ പോയത്. അറിയണം, രാഹുൽ ഗാന്ധി ജയിച്ചതും പ്രിയങ്ക ഗാന്ധി ജയിച്ചതും പാണക്കാട്ട് തങ്ങൾ ജമാഅത്തുമായിട്ട് സോപ്പടിച്ചാന്ന് പറയുന്ന നിങ്ങള് ആ ജയിച്ച രാഹുൽ ഗാന്ധിനെ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ അരിവാളിന് വോട്ട് ചോദിക്കുകയാണ്. നോക്കണം നിങ്ങള്, രാഹുൽ ഗാന്ധി അവിടെ ഹലാലാ, ഇവിടെ രാഹുൽ ഗാന്ധി ഹറാമാ. ചിലയിടത്ത് രാഹുൽ ഗാന്ധി രണ്ടിനെയും കൂടി നടൂല, ചിലയിടത്ത് രാഹുൽ ഗാന്ധിനോട് ശത്രുത, ചിലയിടത്ത് ഒപ്പല്ല, ചിലയിടത്ത് എതിര്, ചിലയിടത്ത് രാഹുൽ ഗാന്ധിയുടെ ഒപ്പം, ചിലയിടത്ത് രാഹുൽ ഗാന്ധിന്റെ ശത്രു. ഈ വാച്ച് നേരാക്കണ കടയിൽ പോയ പോലെയാണ്. വാച്ച് നേരാക്കണ കടയിൽ ഒരു കൃത്യ ടൈം ഉണ്ടാവില്ല. ചിലയിൽ 11:15, ചിലയിൽ 12:45, ചിലയിൽ 3 സൂചിയും കൂടി 6ലേക്ക് തൂങ്ങിയിട്ട്, ചിലയിൽ ഒരൊറ്റ സൂചി ഉണ്ടാവില്ല. ഇതെന്തൊരു നിലപാടാണ്? ജമാഅത്തുമായി സഖ്യം ചെയ്യാത്ത, വെൽഫെയറുമായി സഖ്യം ചെയ്യാത്ത പഞ്ചായത്തുകൾ നിങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? തിരുനാവായ, പറപ്പൂര്, ഞാൻ എണ്ണണോ? ഇക്രാമുൽ ഹക്ക്, എടരിക്കോട്, ഇതൊക്കെ CPM ചെയ്ത സഖ്യങ്ങളാ. KT ജലീൽ മത്സരിക്കുമ്പോൾ ഇറാ സെന്ററിലേക്ക് ആരിഫ് അലിയെ കാണാൻ പോയതാരാണ്? സക്കരിയ സഖാവ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ മത്സരിച്ച സഖാവ് സക്കരിയ KT ജലീലിനെ കൂട്ടി പോയി. നോക്കണം, പാലോളി കമ്മിറ്റിയിൽ ജമാഅത്തിന് സ്ഥാനം കൊടുത്തത് നിങ്ങളോ ഞങ്ങളോ? നിങ്ങൾ അറിയണം, ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ നാട്ടില് പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയിൽ സ്ഥാനം കൊടുത്തതാരാ? പിണറായി.